അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 90-ാമത്തെ അധ്യായമായ സൂറ അൽ ബലദ് ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബലദിൻ്റെ ആമുഖം നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് സൂറയിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഒന്നാമത്തെ ആയത്ത്. ലാ, ഇല്ല. അഖ്സമ യുഖ്സിമു, സത്യം ചെയ്തു, സ്വിയറിങ് എന്നാണ് അർത്ഥം. ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു. ബി, കൊണ്ട്, ഹാദ, ഇത്, ബലദ്, നാട്. അൽ ബലദ്, ഒരു പ്രത്യേക നാടാണ്. ഹാദൽ ബലദ്, ഈ നാട്. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നില്ല, ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട്. ഇങ്ങനെയാണ് ഒരർത്ഥം. മറ്റൊന്ന് ലാ, അങ്ങനെയല്ല. ഉഖ്സിമു ബിഹാദൽ ബലദ്, ഞാൻ ഈ നാടിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് ശൈലിയിലും ഈ ആയത്തിന് നമുക്ക് അർത്ഥം പറയാം. ലാ ഉഖ്സിമു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെ എവിടെയായിരുന്നു ലാ ഉഖ്സിമു കൊണ്ട് തുടങ്ങുന്ന സൂറ ഉള്ളത് എന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു ആലോചന വരുന്നില്ലേ? അങ്ങനെ ആലോചിക്കാൻ കഴിയണം. എന്ത് കിട്ടുമ്പോഴും കൂടുതലായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ലാ ഉഖ്സിമു കൊണ്ട് തുടങ്ങുന്ന സൂറ വേറെ ഏതാണ്? സൂറത്തുൽ ഖിയാമയാണ് അല്ലേ? ഖിയാമത്തുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവപ്പെട്ട വിഷയം പറയുന്ന സൂറയാണ്. ഇതേ ശൈലിയിലാണ് തുടങ്ങുന്നത്. ഖുർആനിൽ ലാ ഉഖ്സിമു വേറെ എവിടെയൊക്കെ ഏതൊക്കെ സൂറകളിൽ വന്നിട്ടുണ്ട് അതും അന്വേഷിക്കാവുന്നതാണ്. ടോട്ടൽ 8 സ്ഥലങ്ങളിൽ ലാ ഉഖ്സിമു എന്നുള്ള പ്രയോഗം ഉണ്ട്. പിന്നെ പല ശൈലിയിലും ആ വാക്ക് വരുന്നുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, അങ്ങനെയല്ല. സ്റ്റാർട്ടിങ് തന്നെ കണ്ടില്ലേ, പെട്ടെന്ന് ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ് അല്ലേ? ആ ഒരു ശൈലിയാണ്. ലാ, അരുത്, നോ എന്ന് പറഞ്ഞുകൊണ്ട് തടയാണ്. എന്താ സംഭവം? ഇപ്പോൾ മക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അവിടുത്തെ സാഹചര്യങ്ങൾ മുൻനിർത്തിയിട്ട് അതിലേക്ക് നേരിട്ട് ഇടപെടുന്നൊരു ശൈലിയാണ്. ചാനൽ റിപ്പോർട്ടർ പെട്ടെന്നിങ്ങനെ ആ സംഭവം നടക്കുന്ന സ്ഥലത്തെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ കാണൂലേ? എന്ന പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് മക്കയിൽ ഇടപെടണം. ലാ, അരുത്, നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല കേട്ടോ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എന്താ പ്രശ്നം? പ്രശ്നം മറ്റൊന്നുമല്ല, മക്ക ആകെ ഇളകി മറിയാണ്. മക്കയിൽ പലവിധ തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അക്രമവും കൊള്ളയും കൊലയൊക്കെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മക്ക മാറിയില്ലേ? ശരിക്കും മക്ക അങ്ങനെയാണോ? അല്ലല്ലോ. മക്കയുടെ ആ ഒരു പാരമ്പര്യം പരിശോധിച്ചാൽ, കഴിഞ്ഞ കാലത്തെ ഹിസ്റ്ററി പഠിച്ചു നോക്കിയാൽ എന്താ നമുക്ക് കിട്ടുക? മക്ക ഇബ്രാഹിം അലൈഹിസ്ലാമിൻ്റെ ഒരു ആസ്ഥാനമാണ്. ഇസ്മായിൽ അലൈഹിസ്ലാമിൻ്റെ നാടാണ് അല്ലേ? ഒരുപാട് നന്മകളുള്ള നാടാണ്. കഅബാലയം സ്ഥിതി ചെയ്യുന്ന നാടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാട് ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇബ്രാഹിം അലൈഹിസ്ലാമിന് ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. ഖുർആനിൽ ആ പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നില്ലേ? സുരക്ഷിതവും സുഭിക്ഷവുമായ നാടിനെക്കുറിച്ച് ഉള്ള വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ കാണുന്നത്. അതിനാൽ നിങ്ങളുടെ ഈ ജീവിതശൈലി ശരിയല്ല എന്ന് ഞാൻ ഈ നാടിൻ്റെ പൈതൃകം, ഈ നാടിൻ്റെ ബാക്ക് ഹിസ്റ്ററി മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഉണർത്തുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇങ്ങനെയല്ല ഈ നാടിൻ്റെ പ്രകൃതം. ഉഖ്സിമു ബിഹാദൽ ബലദ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നില്ല, ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട്. ഇത് നല്ല നാടാണ്, സത്യം എന്ന് ഞാൻ പറയണോ? വേണ്ടതില്ല. കാരണം അത്രയും ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. പകൽ സമയത്ത് ആരെങ്കിലും ഇപ്പോൾ പകലാണെന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയാം? അങ്ങനെ പറയുമ്പോൾ അത് വട്ട് കേസാണെന്ന് തോന്നും അല്ലേ?
എന്ന് പറയും പോലെയാണ്. ഈ നാട് നല്ല നാടാണ് എന്ന് ഞാൻ സത്യം ചെയ്ത് പറയണോ? ഈ നാടിൻ്റെ ചരിത്രം നല്ലതായിരുന്നു എന്ന് ഞാൻ പറയണോ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂറ സ്റ്റാർട്ട് ചെയ്യാണ്. ഹാദൽ ബലദ്, ഈ നാട്. ഹാദൽ ബലദ് നമ്മൾ നേരത്തെ എവിടെ പഠിച്ചോ? എവിടെ പഠിച്ചത്? സൂറത്തു തീനിൽ പഠിച്ചിരുന്നു അല്ലേ? വത്തീൻ വസ്സൈത്തൂൻ വത്തൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഓർക്കുന്നില്ലേ? ഈ നിർഭയമായ നാട്. മുമ്പ് എവിടെ ഹാദ പഠിച്ചത്? ഹാദൽ ബൈത്ത്, ഈ വീട് എന്ന് പഠിച്ചിരുന്നു അല്ലേ? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. അതിനാൽ ഇവർ ഈ ഭവനത്തിൻ്റെ, ഈ വീടിൻ്റെ റബ്ബിനെ, നാഥനെ ഇബാദത്ത് ചെയ്യട്ടെ. ഏത് സൂറയാ? സൂറത്തു ഖുറൈശാണ് അല്ലേ? അപ്പോൾ ഹാദൽ ബൈത്ത് മക്കയിൽ വെച്ച് അവതരിച്ച സൂറയിൽ ഇങ്ങനെ ചൂണ്ടി പറയാണ് ഈ വീട്. അപ്പോൾ അത് കഅബയാണ്. അതേപോലെ മക്കയിൽ ഇറങ്ങിയ ഈ സൂറയിൽ ഹാദൽ ബലദ് എന്ന് പറയുമ്പോൾ ഈ നാട് അഥവാ മക്കയാകുന്ന നാട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? ഇതേപോലെ നമ്മൾ മക്കയുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് സുഹൃത്തുക്കൾ പഠിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് മക്കയുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഹിസ്റ്ററി ഉള്ള ഒരു സൂറ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സൂറ അൽ ഫീൽ പഠിച്ചില്ലേ? കഅബ തകർക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തും ആനപ്പടയും വന്ന സംഭവമാണ് അതിൽ വരുന്നത് അല്ലേ? ഇതുപോലെ മക്കയോട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങളുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആയത്തുകളുള്ള സൂറത്തുകൾ കണ്ടുപിടിക്കുക എന്നത് ഒരു ടാസ്ക്കായിട്ട് തരാണ്. ഇപ്പോൾ സൂറത്തുൽ ഹജ്ജ് ഉണ്ട്. ഇപ്പോൾ മക്കയിൽ ഹജ്ജ് നടക്കുന്നു. അപ്പോൾ ഹജ്ജ്. സൂറത്ത് മുഹമ്മദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്ന നാടാണ്. മക്കയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അന്വേഷണം നടത്തില്ല വളരെ രസകരമായിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, അങ്ങനെയല്ല, നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല. ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, ബിഹാദൽ ബലദ്, ഈ നാടിനെ കൊണ്ട്. ഇനി അടുത്ത ആയത്തിലേക്ക് പോവാം നമുക്ക്. അല്ലാഹു തആല രണ്ടാമത്തെ ആയത്തിൽ പറയാണ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. വഅൻത, താങ്കൾ ആവട്ടെ. അല്ലാഹു തആല റസൂലിനോട് പറയാണ് താങ്കളാവട്ടെ ഹില്ലുൻ, അനുവദനീയനാണ്, താമസക്കാരനാണ്, ബിഹാദൽ ബലദ്, ഈ നാട്ടിലെ. താങ്കൾ ഈ നാട്ടിലെ താമസക്കാരനാണ്. എന്താ ഇങ്ങനെ പറയുന്നത്? രണ്ടാമത്തെ ആയത്തിൽ 3 ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, താങ്കൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളല്ലേ? ഇപ്പം ഈ കാലം അത്രയും ആട്ടിടയനായും കച്ചവടക്കാരനായും ഇപ്പോൾ 40 വയസ്സ് പിന്നിട്ടു, ഇപ്പോൾ പ്രവാചകനായിട്ടും താങ്കൾ ഈ നാട്ടുകാരനാണ്, ഈ നാട്ടിലെ താമസക്കാരനാണ്, ഇവിടുത്തെ പൗരനാണ് എന്നാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തെ എന്താണെന്നറിയോ? ഈ നാട് താങ്കൾക്ക് കൂടി ജീവിക്കാൻ അനുവാദമുള്ള നാടാണ് എന്നതാണ്. അഥവാ താങ്കൾക്ക് ഈ നാട് വിധേയമാകുന്ന, താങ്കളുടെ കീഴിൽ വരുന്ന ഒരു കാലം വരും എന്നൊരു സൂചനയുണ്ട്. ഹില്ല്, ഹലാൽ എന്ന വാക്ക് കേട്ടിട്ടില്ലേ? അതാണ്. മൂന്നാമത്തെ ആശയം എന്താണ്? താങ്കളെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാരിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ ചിലപ്പോൾ ലുക്കൗട്ട് നോട്ടീസൊക്കെ കാണാറില്ലേ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ എന്ന് പറയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഭരണാധികാരികൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതാണ് അവിടെ ഹില്ല് കൊണ്ട് ഉദ്ദേശം. ഇവിടെ ഈ സന്ദർഭത്തിൽ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടവിലിടണോ, അതല്ല നാട് കടത്തണോ, അതുമല്ലെങ്കിൽ വധിച്ചു കളയണോ എന്നുള്ള ചർച്ച മക്കയിൽ സജീവമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. അറിയോ, ഈ നാട് താങ്കളെ വധിച്ചു കളയാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയാണ്. വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, അതിനാൽ ഈ നാട്ടുകാരുടെ പോക്ക് ശരിയല്ല, ഈ നാടിൻ്റെ നിലപാട് ശരിയല്ല, ഇപ്പോൾ മാറണം എന്ന് അള്ളാഹു ഉണർത്തുകയാണ് ഈ സൂക്തങ്ങളിൽ എന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബലദിനെ അറിയാനും പഠിക്കുവാനും സാഹചര്യങ്ങൾ വിലയിരുത്തുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.